ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ മോളോട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് കണ്ടല്ലോ, ഇതൊരു ഷർട്ട് കൊണ്ടടിച്ചൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് കണ്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഷർട്ട് കൊണ്ടൊരു ടോപ്പ് തയ്ച്ചെടുത്താലോ. അപ്പോൾ ഇത് നല്ലൊരു പൂക്കറുള്ള ഷർട്ടാണ്. അപ്പോൾ തയ്ച്ചെടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇതിനായിട്ട് ഞാനിത് ആദ്യം ഇതിൻ്റെ കോളർ വെട്ടി മാറ്റിയാണ് കേട്ടോ. കോളറിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് വെച്ചാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അതിൻ്റെ സ്ലീവ്, രണ്ട് സ്ലീവ് ഞാൻ ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഷർട്ടിൻ്റെ രണ്ട് സ്ലീവ് ഞാൻ വെട്ടിയെടുത്തു. ഇനി ഇതിലേക്ക് കൈ ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ല, പക്ഷേ കോളർ കട്ട് ചെയ്തെടുത്ത് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ അടുത്തേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ വെട്ടിയ തുമ്പൊന്നും കാണാത്ത വിധമാണ് ഇവിടെ വെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെസ്റ്റിൻ്റെ അളവെടുക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കൈക്കുഴിൻ്റെ നേരെ ഭാഗത്താണ് ചെസ്റ്റിൻ്റെ അളവെടുക്കുന്നത്. അവിടെയുള്ള ഒരു ബട്ടൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നേരെ ചെസ്റ്റിൻ്റെ അളവെടുക്കാം. അപ്പോൾ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തെ വണ്ണം എനിക്ക് കിട്ടേണ്ടത് 14 ഇഞ്ചാണ്. 14. പിന്നെ ഇപ്പുറത്ത് തയ്യൽ തുമ്പിന് വേണ്ടി 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ വേണം നമുക്ക്. ഇപ്പുറത്ത് 1 ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ 14ലേക്ക് 2 കൂട്ടുമ്പോൾ 16ആണ്. അപ്പോൾ ആ 16 വെച്ചിട്ട് ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കാം. അത് കൊണ്ട് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് 16 ഇഞ്ച് ഇവിടെയാണ് കിട്ടുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 16 ഇഞ്ച് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത് 1, 2, 3, 4, 5 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 5 ഇഞ്ചിൻ്റെ പകുതിയാക്കുക. ഇവിടെ 2.5 ഇഞ്ച്, ഇവിടെ 2.5 ഇഞ്ച് വെട്ടി മാറ്റിയിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് മോശം വശത്താണ്. അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മോശം വശം എടുത്ത് എന്നിട്ട് ഇതുപോലെ വെച്ച് കേട്ടോ, ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഈ കൈക്കുവിൻ്റെ ഇവിടെ നിന്നും 2.5 ഇഞ്ച് എടുക്കണം. അപ്പോൾ 2.5 ഇഞ്ച് കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതിൻ്റെ പിന്നെ ഒരു ഷേപ്പിൻ്റെ ഈ ഭാഗം വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കൊടുക്കണം. ഇവിടെയാണ് കൈക്കുഴിയിൽ നിന്ന് കുറച്ച് താഴെ വന്നിട്ടാണ് 3 ഇഞ്ച് എടുക്കുന്നത്. നമുക്ക് മനസ്സിലാവും, ഷേപ്പിൻ്റെ ആ ഭാഗം നമുക്ക് മനസ്സിലാവുമല്ലോ. അവിടെ 3 ഇഞ്ച് കൊടുക്കുകയാണ്. ഇനി താഴെമ്പടി 2.5 ഇഞ്ച് എടുത്തിട്ട് അടിവരെ നമുക്ക് ഇവിടെ 2.5 ഇഞ്ച്, ഇത് ഇവിടെ മാത്രമേ നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തത്. പിന്നെ താഴെ വരെ 2.5 ഇഞ്ച് അടിവരെ വരച്ചിട്ടുണ്ട്. അതുപോലെ കൈക്കുഴി ഒരു 6 ഇഞ്ചാണ് എടുക്കുന്നത് ഇവിടെ. അപ്പം ഈ വര, ഈ ലൈന് ഇതിലേക്ക് മുട്ടിച്ച് കൊടുക്കണം. ഇതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടി പോകേണ്ടത്. ഇനി മറ്റു ഭാഗം ഇതുപോലെ മടക്കി വെച്ചോ. ഇത് കൈക്കുഴി 6 ഇഞ്ച് എടുക്കണം. കൈക്കുഴി ഇവിടെയാണ് 6 ഇഞ്ച്.
ഇതുപോലെ നെക്കിൻ്റെ കോളറിലേക്ക് വെച്ച് കൊടുക്കണം. പൈപ്പിംഗ് പീസ് നെക്കിലേക്ക്